മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജാനമ്മ ആ വിഷവും കയ്യിൽ വെച്ചിട്ട് ചിരിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കുഞ്ഞിനെ കളിപ്പിക്കുകയും കുഞ്ചിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പാല് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ജാനമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ് മാനസികമായിട്ട്. കാരണം മറുവശത്ത് തൻ്റെ മോനും മരുമോളുമാണ്. അവർ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ചെയ്യും. അവന് കലി ഇളകി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ദൈവത്തിന് നിരക്കാത്ത പണിയാണ് താൻ ചെയ്യണതെന്ന് ഉത്തമ ബോധം ഉണ്ടേനും ജാനമ്മയ്ക്ക്. പിന്നീട് ജാനമ്മ ഒരു നിവൃത്തിയില്ലാത്തത് കാരണം തന്നെ ആ പാലിൽ അവൻ കൊടുത്ത് ആ പൊടി കലർത്തുകയാണ് കേട്ടോ. ആ പൊടി കലർത്തിയതിന് ശേഷം ലേഖയെടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞിന് പാല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ലേഖയും ജാനമ്മയും കൂടി കുഞ്ഞിന് ആ പാല് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് കരയാണ്. ഞാൻ എങ്ങനെ കാണും? ഈ രണ്ട് അമ്മമാരും കൂടി നെഞ്ചത്തലച്ച് കരയുന്നത് ഞാൻ എങ്ങനെ കാണും? ദൈവമേ എന്നോട് പൊറുക്കണേ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര മനോവിഷമത്തിലാണ് ജാനമ്മ അത് ചെയ്യുന്നത് കേട്ടോ. അതേസമയം ജാനമ്മ എന്നിട്ട് മോനോട് വിളിച്ചിട്ട് പറയാണ്, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തടാ. ഇനി നിനക്ക് എന്താണ് പറഞ്ഞാൽ നീ ചെയ്യ്. എനിക്കൊരിക്കലും ദൈവം പുറത്തു തരില്ല ഇത്. അതിനുള്ള ഫലം നമുക്ക് എന്തായാലും കിട്ടും. അവരുടെ കണ്ണുനീര് എനിക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം ആ മോൻ പെട്ടെന്ന് തന്നെ പ്രതാപനെ വിളിച്ച് പറയുന്നു കേട്ടോ, കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ പൈസ എനിക്ക് തരണം എന്ന് പറയണം. പ്രതാപൻ പറയുന്നുണ്ട്, നീ എവിടെയാണ് പറഞ്ഞാൽ വാ, ഞാൻ അവിടെ പൈസയും കൊണ്ട് വരാം എന്ന് പറയുന്നു കേട്ടോ. അതേപോലെ തന്നെ പ്രതാപൻ പെട്ടെന്ന് തന്നെ കരുണയോടും വിളിച്ച് പറയുന്നു, മോളെ എൻ്റെ മോള് റെഡി ആയിക്കോ, സന്തോഷമായിട്ടിരുന്നു, എന്താണെന്നറിയോ ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നിങ്ങനെ പറയും കേട്ടോ. കരുണയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കരുണ എന്നിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ലേഖയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. കാരണം നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കരുണ അതിന് നിൽക്കുന്നത്. പക്ഷേ അന്നേരം തന്നെ ആ മോള് ആ പാല് കുടിക്കുന്നതും തന്നെ ഛർദ്ദിക്കുകയാണ്. ഛർദ്ദിച്ചിട്ട് ആ വിഷമെല്ലാം പുറത്തു പോവുകയാണ്. പക്ഷേ ആ കുഞ്ഞ് ഒരിക്കലും മരിക്കില്ല. ആ കുഞ്ഞിനെ രക്ഷകനായിട്ട് അവിടെ മാർക്കോ എത്തുകയാണ് കേട്ടോ. മാർക്കോ എത്തിയിട്ട് ആ കുഞ്ഞ് അപ്പോഴേക്കും ഛർദ്ദിക്കുകയാണ്. ഛർദ്ദിക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിയുകയാണ്. അങ്ങനെ ആ കുഞ്ഞ് ഒരിക്കലും മരിക്കില്ല.